അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ സുമി മംഗലത്ത് തറവാട്ടിൽ നിന്ന് ഷീലോത്ത് എന്ന തറവാട്ടിൽ എത്തിയിരിക്കുകയാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഉമ്മറത്ത് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നമ്മുടെ ലൈലാത്ത ഉണ്ടായിരുന്നു. ലൈലാത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജഹാനിക്കാൻ്റെ ഭാര്യയാണ്. കടയിൽ നിന്ന് ഷാജഹാനിക്ക അബൂബക്കറിക്കാൻ്റെ ഫോൺ വന്ന ആ നിമിഷം തന്നെ, ലൈല നീ വീട്ടിലേക്ക് ചെല്ല്, ഇവിടെ ഞാനും മക്കളുമുണ്ടല്ലോ. ഷാജഹാനിക്കാക്ക് 3 മക്കളാണ്. നൂറ, അതുപോലെ തന്നെ നുഷൈബ, അതുപോലെ ഫായിസാണ് മൂത്ത മോൻ. അതിൻ്റെ താഴെയാണ് നൂറയും നുഷൈബയും. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് ചെല്ല്, ആ മോൾ വരുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, നമ്മൾ വീട് പൂട്ടിപ്പോന്നതല്ലേ, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ വീട്ടിൽ ചെല്ല്, ഞാനും നമ്മുടെ നൂറായും നുഷൈബായും ഇവിടെ നോക്കിക്കോളാം, ഇത് ഞങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പോന്നതാണ് നമ്മുടെ ലൈലാത്ത. സ്വന്തം മോള് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് കാത്തു നിൽക്കുന്നത് പോലെ നമ്മുടെ ലൈലാത്ത വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുമി കയറിയ ഉടനെ തന്നെ ലൈലാത്തയോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ലൈലാത്ത വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് സലാം മടക്കി. അവൾ കയ്യിലുള്ള കത്ത് ലൈലാത്തയെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അബൂബക്കറിക്ക ഷാജഹാനിക്കാക്ക് വിളിച്ചിരുന്നു, ഞങ്ങൾ കടയിലായിരുന്നു. എന്നെ ഉടനെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വിട്ടതാണ്. അതുകൊണ്ട് ഇനി മോളെക്കുറിച്ച് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അവർ ആ കത്തൊന്ന് വായിച്ചു നോക്കി. ഫോണിൽ പറഞ്ഞതിനേക്കാൾ വിശദമായി എല്ലാ കാര്യങ്ങളും കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മോള് അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലാത്ത നമ്മുടെ സുമിയെയും കൂട്ടി അകത്തേക്ക് കയറി. സുമി വീടാകെ ഒന്ന് നിരീക്ഷിച്ചു. വളരെ മനോഹരമായി വൃത്തിയും വെടുപ്പുമുള്ള ഒരു ഓടിട്ട വീട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുറ്റത്തേക്കാൾ വൃത്തിയും അതുപോലെ തന്നെ അടുക്കും ചിട്ടയുമുള്ള ഒരു കൊച്ചു വീടായിരുന്നു അകവും. അവർ സുമിയോട് പറഞ്ഞു, മോളി ഡ്രസ്സൊക്കെ മാറ്റി വാ, നേരം 2:30 കഴിഞ്ഞു, മോൾക്ക് വിശക്കുന്നുണ്ടാവും, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, മോൾക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെക്കാമെന്ന്. അപ്പോൾ സുമി പറഞ്ഞു, ഉമ്മ നിസ്കാരം ഖളാ ആവും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, വളരെ ദീനീയ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ സുമിയെന്ന്. അപ്പോൾ അവൾ തൻ്റെ മറ്റു കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഞാൻ നിസ്കാര ശേഷം ഭക്ഷണം കഴിച്ചോളാം. ശരി മോളെ, എന്നാൽ മോള് നിസ്കരിച്ചു വാ, ഞാൻ ആദ്യം മോൾക്കുള്ള റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ 4 മുറികളുണ്ടായിരുന്നു. താഴെ 3 റൂമും അതുപോലെ തന്നെ മുകളിൽ ഒരു റൂമും. അതിൽ താഴെയുള്ള റൂമിൽ ഒരു റൂമിൽ നമ്മുടെ ഷാജഹാനിക്കയും ലൈലാത്തയും കിടക്കും. അതുപോലെ തന്നെ കുറച്ച് വലിപ്പമുള്ളൊരു റൂമിൽ നമ്മുടെ നുഷൈബയും അതുപോലെ തന്നെ നൂറായും കിടക്കും. താഴെയുള്ളൊരു റൂം പിന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. മുകളിൽ ഉള്ള റൂമിലാണ് നമ്മുടെ ഫായിസ് കിടക്കുന്നത്. ലൈലാത്ത പറഞ്ഞു, മോൾ ഇന്ന് ഒക്കെ ആദ്യമായിട്ടല്ലേ ഇവിടെ, അതുകൊണ്ട് ആ വലിയ റൂമിൽ നമ്മുടെ നൂറായും ഷൈബായും കിടക്കുന്ന ആ റൂമിൽ അത്യാവശ്യ സൗകര്യമുണ്ട്, മോൾ അവിടെ കിടന്നോ, പിന്നെ വേണമെങ്കിൽ മോൾക്ക് മാറി ഒരു റൂമിൽ വേണമെങ്കിൽ കിടക്കാം, അത് അത്യാവശ്യം വലിപ്പമുള്ള റൂമാവുന്നത് കൊണ്ട് തന്നെ അവിടെ 2 കട്ടിലുമുണ്ട്, മോൾക്ക് ആവശ്യമെങ്കിൽ അവിടെ കിടക്കാം, ഇപ്പോൾ കിടക്കാം, പിന്നീട് വേറെ റൂം വേണമെങ്കിൽ അവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ആ ഉമ്മ, ഞാൻ അവരുടെ കൂടെ കിടന്നോളാം, എനിക്കും അതാണ് ഇഷ്ടം, എനിക്കിപ്പോൾ തൽക്കാലം ഒരു റൂമൊന്നും ആവശ്യമില്ല, ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുമി വുളു എടുത്ത ശേഷം നിസ്കരിക്കാനായി നിന്നു. നമ്മുടെ ലൈലാത്ത അവൾക്കുള്ള ഭക്ഷണം വിളമ്പാൻ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് നമ്മുടെ സുമി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇട്ട് വന്നിരുന്നു. അവൾ ഇട്ട ഡ്രസ്സ് കണ്ടപ്പോൾ നമ്മുടെ ലൈലാത്താക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. കാരണം വളരെ ഇറക്കം കുറഞ്ഞതും പഴകിയതും മുഷിഞ്ഞതുമായൊരു ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കാരണം അവൾക്ക് അധികം ഡ്രസ്സൊന്നും അവർ എടുത്തു കൊടുത്തിരുന്നില്ല. കല്യാണ സമയത്ത് അവൾക്ക് ആകെ 2-3 കൂട്ട് ഡ്രസ്സ് എടുത്തിരുന്നുള്ളൂ, വീട്ടിലിടാനും പുറത്തു പോകുമ്പോൾ ഇടാനും. പുറത്തൊന്നും പോകാത്തതിനാൽ തന്നെ അവൾ വീട്ടിൽ തന്നെയായിരുന്നു ആ ഡ്രസ്സ് ഇട്ടിരുന്നത്. അധികം നല്ല തരം ഡ്രസ്സൊന്നും ആയിരുന്നില്ല.
സാധാരണ നമ്മൾ വീട്ടിലിടുന്ന അതേപോലെയുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു. അതാണെങ്കിൽ ഇത്രയും ആയില്ലേ, ഏകദേശം 1.5 വർഷത്തോളമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും വലിപ്പം കുറഞ്ഞ് ആകെ മുഷിയും ചെയ്തിരുന്നു. കാരണം അടുക്കളയിലും ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവൾ ജോലി ചെയ്തിരുന്നത്. മുഴുവൻ സമയം അടുക്കളയിലും അതുപോലെ തന്നെ അവിടുത്തെ ജോലികളും ചെയ്യുന്ന ആ സമയത്തൊക്കെ ധരിച്ചത് കൊണ്ട് തന്നെ ആ ഡ്രസ്സൊക്കെ വളരെ മുഷിഞ്ഞിരുന്നു. മാത്രമല്ല ഇറക്കവും കുറഞ്ഞിരുന്നു. ആ ഡ്രസ്സ് കണ്ടപ്പോൾ നമ്മുടെ ലൈലാത്ത പറഞ്ഞു, മോളെ നീ ഇനി ഈ ഡ്രസ്സ് ഇടണ്ട, ഞാൻ ഇപ്പോൾ നിനക്ക് നമ്മുടെ നൂറാടെ നല്ലൊരു ഡ്രസ്സ് തരാം. കാരണം നിങ്ങളെ കണ്ടാൽ ഏകദേശം ഒരേ തടിയും വലിപ്പമൊക്കെ ആയതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് മോൾക്ക് പാകാവും. പിന്നെ നമുക്ക് ഫായിസും അതുപോലെ തന്നെ നൂറായും ഷെയ്ബായൊക്കെ വന്നിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ള 2-3 കൂട്ട് നല്ല ഡ്രസ്സ് എടുത്തു. നമ്മുടെ സുമി പറഞ്ഞു, വേണ്ട ഉമ്മ, ഞാൻ എൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടോളാം, എനിക്കിതൊക്കെ ശീലമായിപ്പോയി. അപ്പോൾ നമ്മുടെ ലൈലാത്ത പറഞ്ഞു, അതെല്ലാം നീ മറന്നേക്ക് മോളെ, ഇനി നിനക്ക് പുതിയൊരു ജീവിതമാണ്. അബൂബക്കറിക്ക നിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ നിൻ്റെ എല്ലാ കാര്യവും ഞങ്ങൾ നല്ല രീതിയിൽ നോക്കണം. അതുകൊണ്ട് തൽക്കാലം മോൾ ഈ ഡ്രസ്സ് ഇട്. പിന്നെ നമുക്ക് നൂറായും അതുപോലെ തന്നെ നുഷൈബായും ഫായിസൊക്കെ വന്നിട്ട് നല്ല ഡ്രസ്സ് പോയി എടുക്കാം. തൽക്കാലം മോൾ ഇതിട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ അത് വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നമ്മുടെ സുമി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് ഏകദേശം അസർ ബാങ്ക് കൊടുക്കാനായിരുന്നു. അങ്ങനെ അവൾ അസർ നിസ്കാരം കഴിഞ്ഞു. അതിൻ്റെ ശേഷം അവൾ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ചൂലും എടുത്തുകൊണ്ട് അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ നിന്നപ്പോൾ നമ്മുടെ ലൈലാത്ത പറഞ്ഞു, തൽക്കാലം മോൾ ഇതൊന്നും ചെയ്യണ്ട, ഇപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഞങ്ങളില്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ, എനിക്ക് വെറുതെ ഇരുന്ന് ശീലമില്ല, അവിടെ ആയാലും എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ ഒന്ന് ഇവിടെ നിന്ന് അടിച്ചു വാരിയിടട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവളുടെ സ്നേഹപൂർവ്വമുള്ള സംസാരം കേട്ടപ്പോൾ ലൈലാത്ത പിന്നെ അവളെ തടയാനും പോയില്ല. അത്ര വൃത്തികേടൊന്നുമില്ല, വളരെ വൃത്തിയായിരിക്കുന്ന സ്ഥലമായിരുന്നു, ചെറിയ പൊടിയും ഇതൊക്കെയുള്ളൂ. എന്നാലും സുമി ഒന്ന് അടിച്ചു വാരാന്ന് കരുതി. അപ്പോഴേക്കും നമ്മുടെ നുഷൈബായും നൂറായും കടയിൽ നിന്ന് എത്തി. ഷാജഹാനിക്ക അവരെ വീട്ടിലേക്ക് വിടുകയായിരുന്നു. മക്കളെ, നിങ്ങൾ വീട്ടിൽ ചെല്ല്, ഇനി ഇവിടെ ഉപ്പാക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും കട പൂട്ടി വരാം. ആ മോൾ അവിടെ, ഉമ്മയും ആ മോളും ഒറ്റയ്ക്കല്ലേ. ഉമ്മ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ള ആളല്ലേ, നിങ്ങളുടെ പ്രായമല്ലേ അവൾ, അതുകൊണ്ട് അവൾക്കൊരു കൂട്ടാവശ്യമാണ്, നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മക്കളെ വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹത്തിനറിയാം ലൈലാത്ത പൊന്നു പോലെ അവളെ നോക്കുമെന്ന്. എന്നാലും ആദ്യത്തെ ദിവസം പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അവിടെ പ്രായമുള്ള മക്കളെ കാണുമ്പോൾ അവൾക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം മക്കളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ നമ്മുടെ സുമി വീടൊക്കെ അടിച്ച് വൃത്തിയാക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം അവളുടെ ഒരു ക്യാരക്ടർ അവർക്ക് പിടികിട്ടിയിരുന്നു. അതുപോലെ തന്നെ കാണാനും അവർക്ക് ഇഷ്ടമായി. സുമിക്കാണെങ്കിൽ നൂറായുടെ ഡ്രസ്സ് അവൾ ഇട്ടത് കൊണ്ട് ഇനി അവൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള ഒരു ജാള്യതയുമുണ്ട്. കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ നൂറായും അതുപോലെ തന്നെ ഷെയ്ബായും സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും, ഞാൻ നൂറ. അതുപോലെ തന്നെ നമ്മുടെ നുഷൈബ പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ നുഷൈബ. സുമി 2 പേരോടായും സലാം അടക്കി വലൈക്കും അസ്സലാം, ഞാൻ സുമയ്യ എന്ന് പറഞ്ഞു. അവളുടെ ആ ഡ്രസ്സ് കണ്ടപ്പോൾ നൂറാക്ക് ആശ്ചര്യമായിരുന്നു. കാരണം തന്നേക്കാൾ ചേരുന്നത് അവൾക്കായിരുന്നു ആ ഡ്രസ്സ് എന്ന് അവൾക്ക് മനസ്സിൽ തോന്നി. അവൾ പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് താത്താക്ക് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു. അവർ ഏകദേശം ഒരു പ്രായമാണെങ്കിലും ഒരു വയസ്സിനോളം മൂപ്പ് നമ്മുടെ സുമിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ത എന്നാണ് അവർ വിളിച്ചിരുന്നത്. അവൾക്കും സന്തോഷമായി. കാരണം അവൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ, നൂറാക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ ആ ഡ്രസ്സ് ഇട്ടതിന്. അവൾക്ക് മനസ്സിലായി എത്ര സ്നേഹത്തോടു കൂടിയാണ് ഈ വീട്ടിലുള്ളവർ കഴിയുന്നത് എന്ന്, എത്ര സ്നേഹമുള്ളവരാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിഞ്ഞതൊക്കെ അവൾ മറക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഈ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് തൻ്റെ വീടാണ്.
തൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ അനിയത്തിമാരും അവർ എത്ര സ്നേഹത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അവളുടെ വീടാണ് അവൾക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സങ്കടങ്ങൾക്ക് തൽക്കാലം ഒരാശ്വാസമായി. അങ്ങനെ നമ്മുടെ സുമി പറഞ്ഞു, ഇന്നത്തെ ചായ എൻ്റെ വക, ഞാനിടാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചായ ഇടാനായി പോയി. അതുപോലെ തന്നെ നൂറായും നുഷൈബായും അവരുടെ റൂമിലേക്കും പോയി. ലൈലാത്ത അസർ നിസ്കാരം കഴിഞ്ഞ് റൂമിലായിരുന്നു. സുമി ചായ അടുക്കളയിൽ ഇടുന്ന സമയത്താണ് നമ്മുടെ കഥാനായകൻ, അവനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ഫായിസ്, നമ്മുടെ ഷാജഹാനിക്കാൻ്റെ മൂത്ത മകൻ. അവൻ്റെ റൂമിൽ കയറി. വാതിൽ മുന്നിൽ തുറന്നിട്ടിരുന്നു. കാരണം അവിടേക്ക് അധികം ആരും ഒന്നും കയറി വരില്ല. അതുകൊണ്ട് തന്നെ അവൻ റൂമിൽ കയറി. റൂമിൽ കയറിയ ഉടൻ അവനാകെ ഒന്ന് നിരീക്ഷിച്ചു. അതിന് ശേഷം അവൻ അടുക്കളയിലേക്ക് വന്നു. കാരണം അവൻക്കറിയാം വൈകിട്ട് അടുക്കളയിൽ ചായ ഇടാൻ നൂറായോ അല്ലെങ്കിൽ നുഷൈബായോ ഉണ്ടാവുമെന്ന്. ഈ സമയം അങ്ങോട്ട് നൂറായുടെ ഡ്രസ്സിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ചായ ഇടുന്ന നമ്മുടെ സുമിയാണ് അടുക്കളയിൽ നിന്ന് നമ്മുടെ ഫായിസ് അറിയുന്നില്ല. അവൾ പറഞ്ഞു, എടി പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് വൈകിട്ട് എൻ്റെ കൂട്ടുകാരൻ ഷെഫീഖിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുണ്ട് എന്ന്, എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കണമെന്ന്. എന്നിട്ട് എന്താടി നീ ചെയ്യാതിരുന്നത്? അപ്പോൾ നമ്മുടെ സുമിയാണ് ചായ ഇടുന്നത്. അവൾ ഇതെല്ലാം കേട്ട് പകച്ചു നിൽക്കുകയാണ്. അവളൊന്നും സംസാരിക്കാത്തത് കൊണ്ട് ഫായിസിന് വീണ്ടും ദേഷ്യം വന്നു. എടി കുരിപ്പേ, ഞാൻ ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? സ്നേഹത്തോടെയുള്ള ശാസനയാണ് കേട്ടോ. നീ എന്താടി അത് ഒന്ന് അയൺ ചെയ്ത് വെക്കാതിരുന്നത്? നേരെ ഇപ്പോൾ തന്നെ വൈകിയല്ലോ, 5 മണിക്ക് അവൻ ചെല്ലാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സുമി അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. തിരിഞ്ഞു നോക്കിയ സുമിയെ കണ്ട് ഫായിസ് ആകെ അമ്പരന്ന് പോയി. അതിലപ്പുറം അവനാകെ ജാള്യതയായി. കാരണം അമളി പറ്റിയെന്ന് അവനക്ക് മനസ്സിലായി. അവിടെ നിൽക്കുന്നത് നൂറ അല്ല എന്ന് മനസ്സിലായി. ആരാണ് ഈ പെണ്ണ് തൻ്റെ വീട്ടിൽ, തൻ്റെ അടുക്കളയിൽ ഇത്രയും ഭംഗിയുള്ള, നിലാവിനെ തോൽപ്പിക്കുന്ന മുഖവും മാൻപേടയുടെ പോലെയുള്ള ഭംഗിയുള്ള മിഴികളുമുള്ള സുന്ദരിയായ പെണ്ണ് ആരാണ് എന്നറിയാതെ അവൻ അമ്പരന്ന് നിന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ പിന്നിൽ നമ്മുടെ നൂറായും നുഷൈബായും അതുപോലെ തന്നെ ലൈലാത്തയും ചിരി അടക്കി പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. നൂറായും നുഷൈബായും അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട്, ഇക്ക ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അവരോട് ചോദിച്ചു, അത് ആരാണ്? ഞാൻ ആകെ ചമ്മിപ്പോയി. എടി നൂറ, ഞാൻ നീയാണെന്ന് കരുതിയിട്ട് ആ പെണ്ണിനോട് എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് നമ്മുടെ ഉപ്പ എപ്പോഴും പറയാറുള്ള അബൂബക്കർ ഇക്കാടെ വീട്ടിലെ മുനീറിൻ്റെ ഭാര്യ. ഷാജഹാനിക്ക തൻ്റെ ഭാര്യയോടും മക്കളോടും വൈകുന്നേരം അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്ത് തൻ്റെ കൂട്ടുകാരെ കുറിച്ചും അവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറയാറുണ്ട്. അങ്ങനെ ഏകദേശം ഒരു രൂപം നമ്മുടെ ഫായിസിന് സുമിയെക്കുറിച്ചറിയാം. ഇപ്പോൾ പുതിയ ഉണ്ടായ സംഭവങ്ങളും അവർ അവനോട് പറഞ്ഞു. അങ്ങനെ എത്തിയതാണ് അവൾ എന്ന് അവന് മനസ്സിലായി. എന്തായാലും നേരം വൈകി, ഇനി നീ വേഗം പോയി ആ ഡ്രസ്സൊന്ന് അയൺ ചെയ്യപ്പെടണേ എന്ന് അവൻ നൂറായോട് പറഞ്ഞു. സോറിക്ക, ഞാൻ മറന്നു പോയതാട്ടോ, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് അവന് കൊടുന്നു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഫായിസ് കുളിക്കാനായിപ്പോയി. കുളിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ മുഴുവൻ നമ്മുടെ സുമിയുടെ ആ മുഖമായിരുന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ നാവിൻ തുമ്പിൽ ഒരു മൂളിപ്പാട്ട് വന്നു. ഈനിശൽ പാടാം ഞാൻ മുത്തേ മുന്താസേ. ആ പാട്ട് മൂളിക്കൊണ്ട് അവൻ കുളിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നൂറായും അതുപോലെ തന്നെ നുഷൈബായും അവൻ്റെ റൂമിൻ്റെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, കള്ളൻ്റെ മനസ്സിൽ എന്തോ കയറിയിട്ടുണ്ടല്ലോ എന്നല്ല. അവൻ പറഞ്ഞു, പൊയ്ക്കോളി അവിടുന്ന്, എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പാടിയതാണെന്നൊക്കെ. അവർ അവനെ കളിയാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് ഓടിപ്പോയി.
അങ്ങനെ നമ്മുടെ ഫായിസ് അവൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനായി പുറത്തുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷാജഹാനിക്ക വീട്ടിലെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈലാത്ത അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി.